കുട്ടികൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ്. മാതാപിതാക്കൾ നേർവഴിയിലൂടെ നടന്നാൽ കുട്ടികളും നേർവഴിയിലൂടെ നടക്കും. ഒരു ചെടി നമ്മൾ നടുമ്പോൾ അതിന് വെള്ളമൊഴിച്ച് വളമിട്ട് കൊടുത്ത് അഥവാ ചെടി വളർന്നു വരുമ്പോൾ അതൊന്ന് വളഞ്ഞു പോകാതിരിക്കാൻ നേരെ ആവാൻ വേണ്ടി നമ്മൾ കമ്പൊക്കെ വെച്ച് കെട്ടാറുണ്ട്. അതുപോലെ തന്നെ തെങ്ങും, ചില തെങ്ങുകൾ നമ്മൾ തൈ നട്ടാൽ അതിങ്ങനെ വളഞ്ഞു പോകുന്നത് കാണും. അപ്പം അത് നേരെ ആവാൻ കുറച്ച് വലുതായി കഴിയുമ്പോൾ വളഞ്ഞു പോകുമ്പോൾ നമ്മളത് നേരെ ആവാൻ വേണ്ടി അടുത്ത മരത്തിലേക്ക് വലിച്ചു കെട്ടും. അതൊക്കെ നമ്മൾ അത് നേരെ ആവാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മാതാപിതാക്കൾ തീർച്ചയായും ചെറുപ്പം മുതൽ കുട്ടികളുടെ കൂടെ നിന്ന് കുട്ടികളെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. വലുതായി കഴിഞ്ഞിട്ട് ആ കുട്ടി വളരെ മോശം കാര്യങ്ങളിലേക്കൊക്കെ വന്നതിന് ശേഷം ഒരിക്കലും ആ കുട്ടിയെ നേർവഴിയിലേക്ക് ആക്കാൻ പറ്റില്ല. വളരെ പരിശ്രമത്തിലൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അത് ശരിയായി എന്ന് വരാം, ചിലപ്പോൾ ശരിയായില്ല എന്ന് വരാം. എന്നിരുന്നാലും നമ്മൾ ചെറുപ്പം മുതലേ കുട്ടിയുടെ കൂടെ നിന്ന് അവരെ ശ്രദ്ധിച്ച് നേർവഴിക്ക് കൊണ്ടുപോയാൽ പല പ്രശ്നങ്ങളിലേക്കും മാറുന്ന കുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. മാതാപിതാക്കൾ തീർച്ചയായും കുട്ടികളുടെ വഴികാട്ടികളാകണം. ചെറുപ്പം മുതൽ ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ തന്നെ ആ കുട്ടിയുടെ കൂടെ നിന്ന് ആ കുട്ടിയെ എങ്ങനെയെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം, എന്തെല്ലാം പ്രശ്നങ്ങൾ ആ കുട്ടിക്കുണ്ട് എന്ന് മനസ്സിലാക്കി അതിനു വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് പോകണം. അതുകൊണ്ട് ചെറുപ്പം മുതൽ തന്നെ മാതാപിതാക്കൾ കുട്ടികളുടെ വഴികാട്ടികളാവുക. കുട്ടികൾക്ക് നല്ല വഴികൾ കാണിച്ചു കൊടുക്കുക. നല്ല കാര്യങ്ങൾ പറയാനും നല്ല ചിന്തകൾ ഉണ്ടാകാനും നല്ല പ്രവൃത്തികൾ ചെയ്യാനും നല്ല കേൾവിക്കാരാകാനും നല്ലത് പറയാനുമായി നമുക്ക് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാം.